ഇപ്പോൾ കമ്പനി ഫോർമേഷൻ ചെയ്യുമ്പോൾ CR കിട്ടുന്നപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വിസ കോട്ട് വരുന്നുണ്ട്. പക്ഷെ മുന്നേ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ കമ്പ്യൂട്ടർ കാർഡ് കിട്ടി ലേബർ അപ്ഡേഷൻ കഴിഞ്ഞ ശേഷം വിസ കോട്ട് യൂസ് ചെയ്യാൻ പറ്റും. വിസ കോട്ട് കിട്ടിയിട്ട് വിസ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് ആദ്യം കിട്ടുന്നതും പിന്നെ കിട്ടുന്നതും തമ്മിൽ എന്താണ് പ്രത്യേകിച്ച് കാര്യം എന്താണ്? അത് വലിയ വ്യത്യാസമുണ്ട്. അത് ചെറിയ വ്യത്യാസമൊന്നുമല്ല. അപ്പം മുമ്പ് എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ വിസ കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ CR കിട്ടുന്നതോട് കൂടെ അപ്പോൾ ആ കമ്പനിയിൽ അതിലുള്ള മറ്റൊരു പാർട്ണർ ഉണ്ടാകുന്ന പക്ഷം അയാളുടെ റിക്രൂട്ട്മെന്റ് ഐഡി ഉപയോഗിച്ച് അതിൽ ആരെയാണോ, അപ്പോൾ പാർട്ണറായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എംപ്ലോയി ആയിരിക്കും, ചിലപ്പോൾ വിസ സബ്മിറ്റ് ചെയ്യാം, അവർ മെഡിക്കൽ പ്രോസസ്സ് തീർക്കാം. അതൊക്കെ കഴിഞ്ഞ് അവർക്ക് ഇവിടെ ഖത്തറിൽ വരും ചെയ്യാം. എന്നിട്ട് കമ്പനീൻ്റെ പ്രോസസ്സ് ലേബർ അപ്ഡേഷൻ തീരുന്നതോടുകൂടെ ഇവരുടെ ID ഇഷ്യൂ ചെയ്യാം. മറ്റേ എല്ലാ പ്രോസസ്സും ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട, കാത്തുക്കണ്ട. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ അല്ലേ. അതാണ് ഇതിൽ ഏറ്റവും വലിയ വ്യത്യാസം. നേരത്തെ എല്ലാം കഴിഞ്ഞ് ചെയ്യുന്നത് തുടങ്ങുന്നതോടുകൂടെ തന്നെ എല്ലാ കാര്യവും ഒരു പാരലായിട്ട് കമ്പനി ഫോർമേഷൻ നടക്കുന്നതോടുകൂടി തന്നെ വിസ പ്രൊസീജിയർ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. ഏറ്റവും വലിയ ഉപകാരം ഒരുപാട് ആളുകൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഉപകാരം പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്.